ജയിൽ വാർഡന്മാർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കണം. UAPA അതുപോലെ BNS പ്രകാരമുള്ള കേസൊക്കെ എടുക്കാൻ വേണ്ടി ഇത്തരം ആളുകൾക്ക്. അത് ഇവർ ഏതെങ്കിലും കേസുകളിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്തെങ്കിലും കേസുകളിൽപ്പെട്ട് ജയിലിൽ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ അയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടാവുക എന്നുള്ളത് അയാൾക്കെതിരെ ടെറർ ലോ പ്രകാരമുള്ള കേസെടുക്കാനുള്ള കാരണമാക്കണം എന്നാണ് പറയുന്നത്. ഇത്തരം സ്വഭാവമുള്ള, അതായത് ഗൾഫിൽ പോയ ആളുകളോ താടി വളർത്തിയ ആളുകളോ തൊപ്പി വെച്ച ആളുകളോ ഒക്കെ ഏതെങ്കിലും കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുകയാണെന്ന് കരുതുക. അവർക്കെതിരെ എന്ത് ചെയ്യണം? കേസെടുക്കാൻ നിർദ്ദേശമാണ്. അപ്പോൾ കൃത്യമായി ഭരണഘടനാ വിരുദ്ധമായ, ഇപ്പോൾ ഷബ്നം ഹാഷ്മിയാണ് ഈ രേഖ പുറത്തുവിട്ടത്. അവർ ഫേസ്ബുക്കിൽ ഇറക്കിയ കുറിപ്പുകാർ ഈ രേഖ അങ്ങനെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു രാജ്യത്തെ പൗരന്മാരെ പ്രൊഫൈൽ ചെയ്യുക, ഒരു രാജ്യത്തെ പൗരന്മാരെ അകാരണമായി നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക, അകാരണമായി ഭീകര നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുക എന്ന് തുടങ്ങിയ ഭരണഘടനാ വിരുദ്ധമായ പരാമർശമുള്ളതാണ് ഈ രേഖ. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരണമെന്നാണ് ഷബ്നം ഹാഷ്മി, മാധ്യമപ്രവർത്തകയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഒരു വാർത്ത പോലും ആവില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇത് ഗുജറാത്ത് പോലീസാണ്. ഗുജറാത്ത് പോലീസിൻ്റെ പാസ്റ്റ്, ഒരു കഴിഞ്ഞൊരു 4 നൂറ്റാണ്ട് കാലത്തെ പാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർ വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ ചെയ്യുന്നവരാണ്. ആളുകളെ തട്ടിക്കൊണ്ട് വ്യാജ ഏറ്റുമുട്ടൽ കൊല ചെയ്യുന്നതാണ്. മന്ത്രി വരെ വ്യാജ ഏറ്റുമുട്ടൽ കൊലയുടെ പേരിൽ ആഭ്യന്തരമന്ത്രി വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് ഗുജറാത്ത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടുള്ള നാടാണ്. അതിലൊന്നും ഒരു തരത്തിലുള്ള അറപ്പോ ഒന്നുമില്ലാത്ത ഒരു പോലീസാണ് ഗുജറാത്ത് പോലീസ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ രേഖ ലീക്കായത് വളരെ നന്നായി. അതല്ലേ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പോൾ ഡീറാഡിക്കലൈസേഷൻ ഞങ്ങൾ നടത്തുന്നു എന്ന വ്യാജന, ഈ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് ഒരു വശത്തോട് പോകും. മറുവശത്ത് അവിടെ സംഭവിക്കാൻ പോകുന്നത് കുറേ അധികം നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. ഏതെങ്കിലുമൊക്കെ കേസിൽ ജയിലിലടയ്ക്കും. കണ്ടോ? എന്നിട്ട് പറയും ഞങ്ങളുടെ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇത്തരം കേസുകൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരതിനെ വേനയടിക്കും. മറുവശത്ത് ഈ നിരപരാധികളായ ആളുകൾ ഹണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഒരു പരിധി വരെ, ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തെ സംബന്ധിച്ച് 10-15 വർഷമായിട്ട് BJP തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപം നടന്നു, ഈ പറയുന്ന ഏറ്റുമുട്ടൽ കൊലകളിലേക്ക് ഒരു കാലം കഴിഞ്ഞു. ഗുജറാത്ത് ഇപ്പോൾ ശാന്തമാണ്. ആ അർത്ഥത്തിൽ ശാന്തമാണ്. അവിടെ കലാപങ്ങളില്ല, ഏറ്റുമുട്ടൽ കൊലകളില്ല. ആകെയുള്ളത് എന്താണ്? എന്തെങ്കിലുമൊക്കെ ദർഗ പൊളിക്കുകയോ മുസ്ലിം പള്ളി പൊളിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുകയോ ആൾക്കൂട്ട കൊല, അങ്ങനെയുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതർവൈസ് അവിടെ എന്താണ്? അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് ഉതകുന്ന ഒന്നല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുടെ ശ്രദ്ധ തിരിക്കണം. അതല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ആൾക്കിടയിൽ വരും. അങ്ങനെ ഒരു വിരുദ്ധ വികാരത്തിൻ്റെ ഫലമായിരുന്നു 2018 ഇലക്ഷൻ്റെ സമയത്ത് നടന്ന പട്ടീദാർ കലാപം. ആ പട്ടീദാർ കലാപം ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയുടെ സമരമായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം ഭരണകൂടത്തിനെതിരെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്താണ്? പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ യുവമാർക്കെതിരെ കണ്ടോ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ പാർട്ടി, ആ ഒരു പോളറൈസേഷനിൽ ഭരണവിരുദ്ധ വികാരം ആളുകൾ മറന്നുപോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേവലമായ പോലീസിൻ്റെ പ്രൊജക്റ്റല്ല, ഇത് BJPയുടെ തന്നെ പ്രൊജക്റ്റാണ്. BJP ആ പാഠം പഠിച്ചവിടെ നിന്നാണ് ഒരു പ്രശ്നവുമില്ലാതെ 2014 ഗുജറാത്തിൽ നിന്ന് മോദി ഡൽഹിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ പിന്നെ 2ാം നിര നേതാക്കളാണ് ഗുജറാത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ 2018 പോലുള്ള സമരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് BJP തിരിച്ചറിയുന്നു. അപ്പം അത്തരം സമരങ്ങളെ അടിച്ചമർത്തുക, ഭരണവിരുദ്ധ വികാരം മറച്ചു വയ്ക്കണമെങ്കിൽ എന്ത് വേണം? അവന്മാരെ പ്രൊഫൈൽ ചെയ്യണം, അവന്മാരെ വേട്ടയാടണം, ഹണ്ട് ചെയ്ത് ജയിലിലടയ്ക്കണം. അത് ഹെഡ്ലൈൻസിൽ വരണം, വാർത്തകളുണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്ലാനാണ്. ഇത് ലീക്കായത് ആ നാട്ടിലെ കുറേ അധികം ഈ പറയുന്ന മുസ്ലിം വിഭാഗക്കാരുടെ ഭാഗ്യം എന്നേ പറയാനുള്ളൂ.